വേടൻ എന്ന പാട്ടുകാരൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഭിമാന താരം. എന്തുകൊണ്ടാണ് വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി എന്ന പാട്ടുകാരൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഭിമാന സാംസ്കാരിക താരമായത്? അതിനുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ട് എന്ന് പാർട്ടി മനസ്സിലാക്കി. അദ്ദേഹത്തെ കഞ്ചാവ് കേസിൽ പ്രതിയാണ്. കഞ്ചാവ് കേസിൽ പ്രതിയാകുന്നതിന് മുമ്പും അദ്ദേഹം കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടാകുമായിരിക്കാം. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കയ്യോടെ പിടികൂടിയത് കൊണ്ട് കേസെടുക്കേണ്ടി വന്നു. കേസെടുത്തു. അതിനുശേഷം അദ്ദേഹം പുലിപ്പല്ല് ധരിക്കുന്നു എന്ന പേരിൽ വനം വകുപ്പ് കേസെടുത്തു. ആ ഒരു നിയമത്തെ വലിയ ബഹുമാനമുള്ള ആളല്ല എന്ന്, നിയമലംഘനം നടത്തുന്നതിന് മടിയൊന്നുമില്ല എന്ന് മാർക്സിസ്റ്റ് പാർട്ടി മനസ്സിലാക്കി. അതൊരു യോഗ്യതയായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി മനസ്സിലാക്കി. അതിലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. പിന്നെ റേപ്പ് കേസിലും അദ്ദേഹം പ്രതിയാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരുടെ യുവജനങ്ങൾക്കും അല്ലാത്തവർക്കുമൊക്കെ സാംസ്കാരിക സന്ദേശം നൽകാൻ പറ്റിയ ആളാണ് എന്ന് മനസ്സിലായി. ഭാഷ തീർച്ചയായിട്ടും സംസ്കാരത്തിൻ്റെ ഒരു ഘടകമാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ ഉപയോഗിക്കുന്ന ഭാഷ സാംസ്കാരിക കേരളത്തിന് ഉചിതമല്ല എന്ന് ചില മക്കളെ മര്യാദയ്ക്ക് പഠിപ്പിക്കണമെന്നും മക്കളുടെ സംസ്കാരമുള്ളവരായി വളരണമെന്നും ആഗ്രഹിക്കുന്ന പലരും പറയുന്നുണ്ട്. ഈ വേടൻ്റെ ഭാഷ തീർച്ചയായിട്ടും സാംസ്കാരിക കേരളത്തിന് പറ്റിയതല്ല. പക്ഷേ CPMൻ്റെ കാഴ്ചപ്പാടിലുള്ള സംസ്കാരത്തിന് അത് പറ്റിയതാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷ നല്ലതല്ലെന്ന് പലരും പറയുന്നു. അപ്പോൾ കേരളത്തിൽ സാധാരണഗതിയിൽ സംസ്കാര സമ്പന്നരെ മനസ്സിലാക്കുന്നത് അവർ തെറി പറയാറില്ല, അശ്ലീലം പറയാറില്ല, അവർ കേട്ടാലറിക്കുന്ന ഭാഷ പറയാറില്ല, ഗഞ്ചാവ് വലിക്കുന്നതിലേക്ക് നയിക്കുന്ന ഭാഷകൾ ഉപയോഗിക്കത്തില്ല, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിലേക്ക് നയിക്കുന്ന ഭാഷകൾ ഉപയോഗിക്കാറില്ല. അവരൊക്കെ ആണ് സംസ്കാരമുള്ളവരായിട്ടും സംസ്കാര സമ്പന്നരായിട്ടുമൊക്കെ നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുക. പണ്ടുകാലത്ത് സിനിമയിലുമൊക്കെ ഭാഷ വളരെ നല്ല ഭാഷ ഉപയോഗിച്ചിരുന്നു. പക്ഷെ പിന്നീട് അതൊരു വഷളത്തരങ്ങൾ സിനിമയിലെ ഭാഷയിൽ വന്നു. പക്ഷെ സിനിമ ഒരു മേക്ക് ബിലീഫ് ഒരു ലോകമാണ്. അതുകൊണ്ട് അവിടെ ഇതൊന്നും യാഥാർത്ഥ്യമല്ല. അടുത്ത കാലത്ത് രാഷ്ട്രീയ മേഖലയിലേക്കും ഈ അശ്ലീല ഭാഷകൾ വന്നു. അതായത് തെറി പറയുക എന്നുള്ളത് ഒരു കുഴപ്പമുള്ള കാര്യമല്ല. രാഷ്ട്രീയക്കാർ അങ്ങനത്തെ തെറി വാക്കുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പരനാറി എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഉപയോഗിച്ചതിനെതിരെ കേരളത്തിലെ സാംസ്കാരിക നായകർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കേട്ടില്ല. അത് കേരളത്തിൻ്റെ സംസ്കാരത്തിന് അത് യോജിച്ചതാണ്, ഇപ്പോഴത്തെ സംസ്കാരത്തിന് യോജിച്ചതാണ് എന്നുള്ള മട്ടിലായിരിക്കാം കേരളത്തിലെ സാംസ്കാരിക നായകരൊക്കെ അതിനെ കാണുന്നത്. പക്ഷേ രാഷ്ട്രീയക്കാരും അങ്ങനെ ഈ ഭാഷയിൽ ഒരു സംസ്കാരം പുലർത്താത്ത ഒരവസ്ഥയിലേക്ക് അടുത്ത കാലത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഭാഷയിലുള്ള അധപ്പതനം അത് സംസ്കാരത്തിൻ്റെ അധപ്പതനമാണോ അതോ പുരോഗമനമാണോ? തീർച്ചയായിട്ടും ഈ വേടൻ എന്ന പാട്ടുകാരൻ കഞ്ചാവ് കേസിൽ പ്രതിയായി. പക്ഷേ അന്നേരം നമ്മുടെ സാംസ്കാരിക കേരളം എന്താണ് പറഞ്ഞത്? അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന LDF എന്താണ് പറഞ്ഞത്? വളരെ കുറച്ച് കഞ്ചാവല്ലേ പിടിച്ചുള്ളൂ, അതേ കഞ്ചാവ് വലിച്ചതല്ലേ ഉള്ളൂ എന്നൊക്കെയുള്ള ന്യായീകരണങ്ങളാണ് ഈ ഇദ്ദേഹത്തിന് വേണ്ടി കേരളം പുറപ്പെടുവിച്ചത്. പാർട്ടിയുടെ ഉന്നതത്തിലുള്ള നേതാക്കൾ വരെ അങ്ങനെയുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞു. കുറച്ചല്ലേ ഉള്ളൂ. അതുപോലെ കായംകുളത്ത് CPMൻ്റെ ഒരു MLAയുടെ മകനെ പിടിച്ചപ്പോഴത്തേക്കും ഒരു പയ്യനല്ലേ, കുട്ടിയല്ലേ, വലിച്ചതല്ലേ ഉള്ളൂ, കുറച്ചല്ലേ ഉള്ളൂ ക്വാണ്ടിറ്റി എന്നൊക്കെയുള്ള ന്യായീകരണങ്ങൾ നടത്തുന്നു. അപ്പോൾ കഞ്ചാവ് കേസിൽ പ്രതിയാകുക, കഞ്ചാവ് വലിക്കുക, കഞ്ചാവ് കൈവശം വെക്കുക, അതൊന്നും പുതിയ സാംസ്കാരിക കേരളത്തിന് പ്രശ്നമല്ല. കേരളത്തിൻ്റെ ഒരു അധപ്പതനമല്ല, അത് പുരോഗമനമാണ് എന്നുള്ള ചില ന്യായീകരണങ്ങൾ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ പല നേതാക്കളും ബോധപൂർവമോ ബോധമില്ലാതെയോ നടത്തുന്നുണ്ട് എന്നുള്ളതൊരു കാര്യമാണ്. രണ്ടാമത് ഇദ്ദേഹത്തിനെതിരെ പുലിപ്പല്ല് പിടിച്ചപ്പോഴത്തേക്കും പുലിപ്പല്ല് വനം വന്യജീവി നിയമത്തിനെതിരാണ് എന്നുള്ളത് കൊണ്ടാണ് അത് വനം വകുപ്പിലെ ശുഷ്കാന്തിയുള്ള ഉദ്യോഗസ്ഥർ അത് പിടിച്ചു, കേസെടുത്തു. പക്ഷേ അത് ഇന്ന് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയതിന് ഈ കേസിൽ പെട്ടപ്പോഴത്തേക്കും സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ ഇദ്ദേഹത്തെ വിളിച്ച് പാട്ട് പാടിക്കാനിരുന്നതൊക്കെ ക്യാൻസൽ ചെയ്തിരുന്നു. പക്ഷേ ജാമ്യം കിട്ടിയതിന് ഉടനെ തന്നെ വിളിച്ചു.
അപ്പോൾ ഇദ്ദേഹത്തിന് കഞ്ചാവ് വലിക്കുന്നതൊരു പ്രശ്നമല്ല, കഞ്ചാവ് കൈവശം വെക്കുന്ന പ്രശ്നമല്ല. റേപ്പ് കേസിൽപ്പെട്ടാലും കൂടുതൽ പെൺകുട്ടികളെ ഫാൻ ബേസ് ഉണ്ടാക്കാനുള്ള പ്രചരണ തന്ത്രങ്ങൾ നടക്കുന്നു. അതുപോലെ വനം വകുപ്പിൻ്റെ ഈ ഒരു കേസെടുത്ത ഉദ്യോഗസ്ഥനെ കോടനാട്ടിൽ നിന്ന് സ്ഥലം മാറ്റി. അപ്പോൾ അങ്ങനെ സർക്കാർ കഞ്ചാവ് കേസിൽപ്പെട്ട പ്രതിക്ക് പരിരക്ഷ ഒരുക്കുക മാത്രമല്ല ചെയ്യുന്നത്, അദ്ദേഹത്തിന് വേണ്ട പിന്തുണയും നൽകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം സർക്കാർ പിന്തുണ നൽകുന്നത് കഞ്ചാവ് കേസിൽ പ്രതിയായ ആളെ സർക്കാരിൻ്റെ ജാമ്യം കിട്ടിയ ഉടനെ തന്നെ സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ ക്ഷണിക്കുകയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കേസ് എടുത്ത ആളെ സ്ഥലം മാറ്റുന്നു. അതുപോലെ തന്നെ ഈ വന്യജീവി വകുപ്പിൻ്റെ കേസ് എടുത്തത് ഗൂഢാലോചനയാണ്, ഇദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹത്തോട് വിദ്വേഷമുള്ളവർ ഗൂഢാലോചന നടത്തിയാണ് ഈ കേസെടുത്തത് എന്നുവരെയുള്ള പ്രചരണങ്ങൾ അടുത്ത കാലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കഞ്ചാവ് കേസിൽ പ്രതിയായ, വന്യജീവി കേസിൽ പ്രതിയായ, നിയമങ്ങൾ ലംഘിക്കുന്ന ഒരു വ്യക്തിയെ സർക്കാർ വിളിച്ച് ആദരിക്കുമ്പോൾ എന്ത് സന്ദേശമാണ് ഈ സർക്കാർ ഇവിടുത്തെ യുവജനങ്ങൾക്കും കുട്ടികൾക്കും നൽകുന്നത്?